നമുക്കും വളരാം നമ്മുടെ മക്കളോടൊപ്പം എന്ന ടോപ്പിക്കാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ തന്നെ രണ്ട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾ ഒരുപാട് വളർന്നിട്ടുണ്ട് എന്ന ഒരു ദ്യുതി അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തോടൊപ്പം വളർന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും അവരെ പറഞ്ഞാലും നമുക്കറിയാത്ത കുറേ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നമുക്കറിയാത്ത കുറേ വിവരങ്ങളും കുറേ എഡ്യൂക്കേഷനും കുറേ രീതിയിലുള്ള സഞ്ചാര പദങ്ങളും പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ ലോകങ്ങളും അവർ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ ആ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെയാണ് പോസിറ്റീവായി അവരോടൊപ്പം എത്താൻ പറ്റുക? അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ പിൻതലമുറക്ക് എങ്ങനെയാണ് നമ്മളൊരു മാതൃകയായി നിന്നുകൊടുക്കുക? ഇത് രണ്ടും അതിൻ്റെ ഭാഗമാണ്. അല്ലാതെ മക്കൾ കുറേ വളർന്നു, ഇനി ഞങ്ങളൊക്കെ പാടെ അങ്ങോട്ട് വളരണമെന്ന് മാത്രമല്ല, ആ മക്കൾക്ക് നമ്മളേതായ ധാരണ എങ്ങനെ കൊടുക്കണമെന്ന് കൂടിയാണ് ഇതിലൂടെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയുന്നു, ഈ ഒരു ടോപ്പിക് നമുക്കും വളരാം നമ്മുടെ മക്കളോടൊപ്പം. അപ്പം മക്കൾ വളർന്നു കഴിഞ്ഞു, ഇനി നമ്മളെങ്ങനെ വളരും? നമ്മൾ നേരെ തല തിരിച്ചാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മളൊരുപാട് വളർന്നു, മക്കൾ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് ആധുനിക തലമുറയെ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ, ഇന്നലെ ഞാൻ ഒരു ജ്യൂസ് ഷോപ്പിൽ ഇങ്ങനെ ജ്യൂസ് കുടിച്ചിരിക്കുമ്പോൾ രണ്ട് പയ്യന്മാരുണ്ട് അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ആദ്യം അവരെനിക്ക് വന്ന് കയ്യൊക്കെ തന്ന് എന്തോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. എന്നിട്ട് അവർ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. അവർ +2 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഞാനാ ഇരിക്കുന്ന ആ പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള +2 വിദ്യാർത്ഥികളാണ്. അവർ പഠനത്തോടൊപ്പം ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിൻ്റെ കോഴ്സ് ചെയ്യുന്നു, അതിനെ ഡിസൈൻ ചെയ്യുന്നു, അങ്ങനെ അവർ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു. എന്നിട്ട് ഒരുത്തൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ 5 lakhs എന്ന് തുടങ്ങിയതാണ്, അതിപ്പോൾ ഏകദേശം ഒരു 9 lakhs ഒക്കെ പിന്നിട്ട് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണ്ടൊക്കെ 12 ക്ലാസ്സിൽ അല്ലെങ്കിൽ 17-ാം വയസ്സിലൊന്നും നമ്മൾ കാര്യമായിട്ട് കച്ചവടമൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ ആധുനിക തലമുറ അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി കൂടി ആലോചിച്ച് കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മളറിയാതെ, നമ്മുടെ ലോകം മനസ്സിലാക്കാതെ. ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പെൺകുട്ടികൾ ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് ജോലി. വർക്ക് ഫ്രം ഹോം എന്നോ വർക്ക് അറ്റ് ഹോം എന്നോ എന്ത് നമ്മൾ വിളിച്ചാലും, വർക്ക് അറ്റ് ഹോം എന്നുള്ളത് നമ്മൾ പറയുന്നതാണ്, വർക്ക് ഫ്രം ഹോം എന്ന് കമ്പനി പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ജോലി ചെയ്തിട്ട് 10,000 ഉണ്ടാക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടം പോലെ നമുക്ക് ടെക്കി കഴിഞ്ഞ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികൾ ആ ഒരു വിധാനത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇനി നമുക്കറിയാത്ത മൊബൈലിലെ ഓപ്ഷനുകൾ എടുക്കാനും അതിലൂടെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും പുതിയ കുട്ടികൾ നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലെത്തിയിരിക്കുന്നു. ആധുനിക ടെക്നോളജി വളർന്ന് ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരവസ്ഥയിലേക്ക്, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. മനുഷ്യവംശത്തിൻ്റെ അവസാനത്തെ കണ്ടെത്തൽ, ഇനി കണ്ടെത്തലെല്ലാം അതിനോടനുബന്ധമായിട്ടായിരിക്കും. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതലായിട്ട് അറിയാം. അഥവാ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മളൊക്കെ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് പ്രൊജക്റ്റുകൾ കുറവാണ്, പക്ഷേ ക്യാമ്പസിൽ എന്തായാലും ഉണ്ടാവില്ല. PG-ക്കൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ആ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പുസ്തകം വായിക്കണം, ആ വായിച്ചതിൻ്റെ കണ്ടന്റുകൾ എഴുതി വെക്കണം, സിനാപ്സിസ് എന്ന് പറയും. ആ സിനാപ്സിസിനെ എലാബറേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ എഴുതണം, എന്നിട്ട് പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. വായിച്ചതിനെ അങ്ങനെ തന്നെ പകർത്തിയാൽ അത് പ്ലേജറിസം ആകും, അത് കോപ്പിയടിയാവും. അതുകൊണ്ട് വായിച്ചതിനെ നമ്മൾ പോയിൻ്റാക്കി ആ പോയിന്റിനെ നമ്മുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ എത്രയോ പണിയായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. ഏത് പ്രൊജക്റ്റ് കൊടുത്താലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ കുട്ടികൾ എടുത്തിട്ട് നേരെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. ഭാഷ പഠിക്കണമെങ്കിൽ പണ്ട് +2 വരെയൊക്കെ പഠിക്കണമായിരുന്നു. എന്നിട്ടാണ് നോട്ട് ഓൺലി ബട്ട് ആൾസോ എയ്തർ നോർ നെയ്തർ നോർ ആസ് സൂൺ ആസ് ആസ് മച്ച് ആസ് ഫാർ ആസ് ഇൻട്രിഗേറ്റീവ് അഫർമേറ്റീവ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ എന്താക്കുന്നത് ലാംഗ്വേജ് പഠിച്ചിരുന്നത്. പക്ഷെ അതിന് പകരം ഇന്ന് വെറും 2 മാസം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ലാംഗ്വേജ് പഠിപ്പിച്ചു തരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ മതി, അവർ റെക്ടിഫൈ ചെയ്തു തരും. അങ്ങനെ കുട്ടികൾ ഭാഷ വളരെ പെട്ടെന്ന് പഠിക്കുന്നൊരവസ്ഥയിലെത്തി. ഉപയോഗിക്കുന്നവർ കേട്ടോ, ഗ്രാമത്തിലുള്ള കുട്ടികൾ ഇപ്പം പഴയ പോലെയാണെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കുന്നുണ്ടാകില്ല, ഉപയോഗിക്കുന്നിടത്തേക്ക് അവരെത്തുന്നുണ്ടാവില്ല. ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ കുട്ടികളെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം നോക്കരുത്. കുട്ടികൾ എങ്ങനെയാണ്, കോളേജിൽ പോയാൽ അങ്ങനെയാവും, സ്കൂളിൽ പോയാൽ ഇങ്ങനെയാവും, ക്യാമ്പിന് പോയാൽ അങ്ങനെയാകും, അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെച്ച് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ ഓരോ ഘട്ടത്തിലുമുള്ള കാര്യങ്ങളെ മാറി വന്നു. ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ പ്രദേശത്ത് വന്നിട്ട് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ വേണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രസംഗം പോരെ എന്നൊക്കെ. പക്ഷേ ലോകം മാറുമ്പോൾ ആ ലോകത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം.
കാരണം ഇപ്പോൾ മൊബൈൽ വന്നതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരു സുനാമി പോലെ വരുമെന്നാണ്. അതിൻ്റെ ആൾക്കാരെന്നെ പറഞ്ഞത് ഒരു സുനാമി പോലെ അത് വരുമെന്നാണ്. അത്രമാത്രം 2030 എത്തുന്നതോട് കൂടിയിട്ട് ജോലിയെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമെന്നാണ്. അധ്യാപകരുടെ ജോലിയാകട്ടെ, വിദ്യാർത്ഥികളുടെ ജോലിയാകട്ടെ, ഈ കാണുന്ന കടകളുടെ ജോലിയാകട്ടെ, അഥവാ 2030 കൂടി, അത് അങ്ങനെ തന്നെ നടക്കണമെന്നൊന്നുമില്ല, എന്നാലും 30 കൂടി ഡിജിറ്റൽ കറൻസി 100% ആകുമെന്നാണ്. പൈസ എന്ന് പറയുന്ന സാധനം തന്നെ എടുത്തു മാറ്റിയിട്ട് വെറും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുമെന്നതാണ്. ഇങ്ങനെ ഒരു ഇപ്പോൾ വലിയ റോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ റോഡിലെ ടോളുകളൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ല, എല്ലാം നമ്മുടെ കാറിൻ്റെ ആ കാർഡിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏത് ഉമ്മാമ്മമാരും അക്കൗണ്ട് തുടങ്ങേണ്ടി വരും, ഇപ്പം തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വളർന്ന് വളർന്ന് വേറൊരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ആ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ വളരുന്നുണ്ട്. പോസിറ്റീവായിട്ട് എടുത്താൽ, നെഗറ്റീവ് ഒരുപാടുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അതിനെ അനുസരിച്ച് നമ്മൾ വളർന്നിട്ടല്ല എങ്കിൽ, അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ വെറും നോക്കുകുത്തികളായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്തവൈബ് എന്നതിലേക്ക് നമ്മൾ മാറുന്നതാണ്. നിങ്ങൾ ഈ പ്രദേശത്ത് അധികം അത് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ പ്രായത്തിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അവർ പറയുന്നത് തന്തവൈബ് എന്നതാണ്. ഇപ്പം എൻ്റെ സ്പീച്ചിനെ കുറിച്ചിട്ട് ചില കുട്ടികൾ അവസാനത്തിൽ വന്നിട്ടുണ്ട്, ഇദ്ദേഹം ഒരു തന്തവൈബല്ല എന്ന് വെച്ചിട്ടുണ്ട്. കാരണം മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പ്രായം ചെന്ന ആളുകളെ തന്തവൈബ് എന്നാണ് അവർ വിളിക്കുന്നത്. ഈ തന്തവൈബ് എന്ന് പറയുന്നത് കളിയാക്കി കളിയാക്കി നമ്മളെ ഒരു മൂലയിലേക്കാക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല, ഇപ്പം തന്നെ അതായിട്ടുണ്ട്. ഇപ്പം അവരത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പം അവർ പ്രഖ്യാപിക്കാതെ വീട്ടിലിരിക്കുക. ഇപ്പം നമ്മുടെയൊക്കെ മക്കള്, എല്ലാവരുടെയും മക്കളെടുത്ത് നോക്കുക, നല്ല മക്കൾ ഒരുപാടുണ്ടാവും. വാപ്പമാര് പറയുന്ന സമയത്തൊക്കെയും അവർ മൊബൈലിലാണ്, അവരുടേതായ ലോകത്തിലാണ്. അവർക്ക് പുറത്തേക്കുള്ള സഞ്ചാരം അവരുടെ കൂട്ടുകാരോടൊപ്പം മാത്രമാണ്. കൂട്ടുകാരേക്കാൾ വലുതല്ല മാതാപിതാക്കൾ എന്നൊരു ധാരണയാണ്. അതിനവർ ചങ്ക് ബ്രോ എന്നും ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ബെസ്റ്റി എന്നും ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ ലോകം തീർത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിതൊന്നും അറിയാതെ ഇങ്ങനെ അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെയായിരിക്കും, നമ്മുടേതൊപ്പമായിരിക്കും എന്നതാണ്. അവർ താങ്ക് യു എന്നുള്ള വാക്ക് പോലും മാറ്റിയിട്ട് തങ്കു തങ്കു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പുതിയ കുട്ടികൾ. അപ്പൊ തങ്കു എന്ന് പറഞ്ഞ താങ്ക് യു എന്നാണ് എന്നുള്ളത് നമ്മൾ എന്താക്കണം, അങ്ങനെ നിരീക്ഷിക്കണം എന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളുടെ ലാംഗ്വേജ് മാറുന്നു, കുട്ടികളുടെ മനോഭാവം മാറുന്നു, കുട്ടികളുടെ ദിശനാശക്തികളിൽ മാറ്റം വരുന്നു, കുട്ടികൾ മനസ്സിലാക്കുന്നത് മാറ്റം വരുന്നു, കുട്ടികളുടെ വളർച്ചാ ശേഷികളിൽ മാറ്റം വരുന്നു, കുട്ടികളുടെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു, കുട്ടികളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നു, കുട്ടികളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷൻ മോഡിൽ മാറ്റം വരുന്നു, കുട്ടികളുടേതായ ലോകം തീർക്കുന്നതിൽ ഒരുപാട് മാറ്റം വരുന്നു. ആ മാറ്റങ്ങൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ പോലും അത്യാവശ്യമൊക്കെ നമ്മുടെ മക്കളോടൊപ്പം എത്തി ആ മക്കളെ എങ്ങനെയാണ് വീണ്ടും അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും മക്കളെക്കാൾ ഇൻ്റലിജൻസ് ഉണ്ടാകണം. ആധുനിക തലമുറയിൽ മക്കളെക്കാൾ ഇൻ്റലിജൻസ് ഉണ്ടാവുക എന്നത് കുറച്ച് പണിയാണ്. ഉദാഹരണത്തിന്, ഓരോ കാലഘട്ടത്തിലും ഓരോ ബുദ്ധിശക്തിയുമായിട്ടാണ് അള്ളാഹു ഈ ലോകത്തിലേക്ക് ആളുകളെ അയക്കുന്നത്. ഉദാഹരണത്തിന്, നബിമാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ചില നബിമാർ വന്നത് കൃഷിയോഗ്യമായ കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ കൃഷിയുമായി ബന്ധപ്പെട്ടത്, കൃഷി ഉണങ്ങിപ്പോയത്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ആ പ്രവാചകനെ കുറിച്ച് കൂടുതൽ പറയുക. അവിടെ എങ്ങനെയാണ് പ്രബോധനം ചെയ്തത് എന്നാണ് ആ പ്രവാചകനെ കുറിച്ചിട്ട് അവിടെ പറയുക. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ടെക്നോളജി ഉണ്ടാക്കിയത്, അനന്തമായ രീതിയിലുള്ള ഒരുപാട് മമ്മീസ് ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ വലിയ വലിയ പിരമിഡുകൾ ഉണ്ടാക്കിയത്, ആ ലോകത്തേക്ക് എങ്ങനെയാണ് പ്രവാചകൻ വന്നത്, അതെന്തായിരുന്നു കാര്യം, അത് വേറെയാണ്. അവിടെ കൃഷിയെപ്പറ്റി പറയുന്നേ ഇല്ല. കാരണം ആ സമൂഹം ഒരു ടെക്നോളജിയിലേക്കാണ് പോയത്. ഇന്നും ഈജിപ്തിൽ നമ്മൾ 2-3 തവണ പോയിട്ടുണ്ട് ഈ പിരമിഡ് കാണാൻ വേണ്ടിയിട്ട്. ആ പിരമിഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നും അങ്ങനത്തത് ഉണ്ടാക്കൽ കുറച്ച് പണിയാണ്. അത്രയും വലിയ കല്ലുകൾ ഒരു ക്രെയിനില്ലാത്ത കാലത്ത് ഇത്രയും ഉയരത്തിൽ കൊണ്ടുപോയി വെച്ചത് എങ്ങനെ എന്ന് ഇന്നും ആർക്കും അറിയാത്ത ഒരു സമസ്യയാണ്. ഞാൻ പറയുന്നത്, ഓരോ പ്രവാചകന്മാരെയും അയച്ചത് പോലും ഓരോ നിമിത്തമായി ഓരോ പ്രദേശത്തേക്കാണ്. ചിലർ കൃഷിസ്ഥലത്തിലേക്ക് അയച്ചു, ചില ആളുകളെ കൊട്ടാരം നിർമ്മിക്കുന്ന, വലിയ പാറകൾക്കുള്ളിൽ കൊട്ടാരം നിർമ്മിക്കുന്ന ആളുകൾക്കിടയിലേക്ക് നിയോഗിച്ചു. ആദ് സമൂദ് ഗോത്രം അതായിരുന്നു. പാറകൾ തുറന്നിട്ട്, ഇന്ന് പെട്ര എന്നൊക്കെ വിളിക്കുന്നത് അതിനെയാണ്. പെട്രയിൽ പോയ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഖുർആൻ ചരിത്രഭൂമികളുടെ പോയാൽ പെട്രയിലൊക്കെ നമ്മൾ പോകുന്നവർ. അപ്പൊ അന്ന് പാറകൾ തുരന്നുകൊണ്ട് കിലോമീറ്ററുകളോളം പാറകൾ തുരന്നിട്ട് കൊട്ടാരമുണ്ടാക്കിയ വർഗമാണ് അവര്, ആദും സമൂദുമൊക്കെ. അവരെന്നിട്ട് ഈത്തപ്പന പോലെ കമിഴ്ന്നടിച്ച് വീണ, ഒരു കാറ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകമ്പനം വന്നപ്പോൾ എല്ലാം അസ്തമിച്ചു പോയത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും ഒരു സ്ഥലത്ത് പറയുമ്പോൾ കൊട്ടാരങ്ങളും അതിൻ്റെ ഭീകരതകളും അതിൻ്റെ അവസ്ഥകളും പറയുമ്പോൾ
മറ്റൊരു സ്ഥലത്ത് ഫറോവയുടെ സൈന്യങ്ങളും അതിൻ്റെ വ്യൂഹങ്ങളും അതിൻ്റെതായ അധികാരവും അതിൻ്റെ അപ്രമാദിത്വവും അതിൻ്റെ ഏകാധിപത്യവും പറയുമ്പോൾ അതിലേക്ക് വന്ന പ്രവാചകന്റെ റോള് മറ്റൊന്നായിരുന്നു. രോഗികള്, പ്രയാസം അനുഭവിക്കുന്നവർ, അതേപോലെ തന്നെ അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അത് സൗമ്യമായ പോരാട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത് ആ ഒരു മേഖലയിലേക്കാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവാചകന്മാരെ അയച്ചതുപോലും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളിലേക്കാണ്, വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ആളുകളിലേക്കാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകമായ വൈകൃതമുണ്ടായ ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ആ വൈകൃതമുണ്ടായ സമൂഹത്തിലേക്ക് ഇറക്കപ്പെട്ട ഒരു പ്രവാചകനായിട്ടാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെ പറയുന്നത്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും നമുക്കറിയുന്ന 25ഓളം വരുന്ന പേരറിയുന്ന പ്രവാചകന്മാർ, എന്നാൽ 1.25 ലക്ഷത്തോളം വരുന്ന മറ്റു പ്രവാചകൻ, ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രവാചകൻ. ഈ 1.25 ലക്ഷം വരുന്ന ആളുകളെ ഓരോ ദൗത്യത്തിനും ഓരോ ഇതിലേക്കും നിയോഗിക്കപ്പെട്ടു. കാരണം കാലഘട്ടം മാറി. ഇപ്പോൾ AI, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അതിലൊരു PhD എടുത്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടെ അതുമായി ബന്ധപ്പെട്ട് ഹവാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ മീറ്റ് ചെയ്തിരുന്നു, ഒരു മലയാളിയെ. അദ്ദേഹം ഞാനും കൂടി ഒരു സ്ഥലത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അതിൻ്റെ അവതരണമൊക്കെ ഞാനും കേട്ടിരുന്നു കുറേ നേരം. അപ്പോൾ അതിലൊക്കെ അവർ അവതരിപ്പിക്കുന്നത് ഇനി ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നതാണ്. നടക്കൂല എന്നുള്ളതല്ല. AI ഹെൽത്തിൽ ഇടപെടുന്നു. എന്നിട്ട് ക്യാൻസർ എന്ന് പറയുന്ന സാധനം 10 വർഷം മുമ്പേ നമുക്ക് വരാനിരിക്കുന്നുവെങ്കിൽ അത് 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ജിനോം പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് 10 വർഷം മുമ്പേ നമ്മളെ മനസ്സിലാക്കി തന്ന് അവസാന 10 വർഷം മുമ്പേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമ്മളെ റീഅലൈൻ ചെയ്ത് ആ അസുഖം വരാതിരിക്കാനുള്ള ലോകത്തിൻ്റെ ഹെൽത്തിലേക്ക് ആര് കയറിയിരിക്കുന്നു? ഞാൻ പറയാൻ മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ ബിലീഫ് സിസ്റ്റത്തിൽ, വിശ്വാസത്തിലൊക്കെ പടച്ചോൻ തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ്. 950 വർഷം ജീവിപ്പിച്ച ജനത ഈ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അല്ലേ? 950 കൊല്ലം ജീവിച്ചു എന്ന് മാത്രമല്ല, 950 കൊല്ലം പ്രബോധനം ചെയ്തു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ 950 കൊല്ലം പോലെ അല്ലെങ്കിൽ അതിൻ്റെ പാതിയായിട്ടെങ്കിലും മനുഷ്യന്റെ ആരോഗ്യ നിലയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, AI-യെ ഇതിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ നടന്നേക്കാം, നമുക്കതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. കാരണം മുൻകാല തലമുറകൾ അത്ര ജീവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജി വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ആയേക്കാം എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഈ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലേക്ക് കയറിയാൽ ചിലപ്പോൾ 500 കൊല്ലം കഴിഞ്ഞിട്ടും ചിലപ്പോൾ അതൊക്കെ വരുമായിരിക്കും. അപ്പോൾ അയാൾ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, അതുപോലെ ഇപ്പോൾ നടക്കേണ്ടതെന്ന് അന്ന് വേണമെങ്കിൽ കേൾക്കാമല്ലോ. അതുകൊണ്ട് നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല, നമുക്കതൊന്നും ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ മനുഷ്യന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് വളരെ വളരെ പെട്ടെന്ന് തന്നെ അതിനൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ മരണം എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും പറയുന്നേയില്ല. മരണം എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രമാത്രം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത തലമുറക്ക്, ഇപ്പൊ നമ്മുടെ ഈ കുട്ടികൾക്ക് തന്നെ ജോലി എന്ന് പറയുന്നത് ഒരു ഹരത്തിന് വേണ്ടി ചെയ്യുന്നുള്ളതാണ്, ഒരു ഹരത്തിന് വേണ്ടി. കാരണം ജോലിയെല്ലാം പുറത്തു പോയിട്ട് നമ്മളിപ്പുണ്ടല്ലോ, വലിയ പൈസക്കാരായ ആൾക്കാർ വെറുതെ ഫ്രൂട്ട് തോട്ടം ഉണ്ടാക്കുന്നത് അവർക്ക് പൈസ കിട്ടാനൊന്നുമല്ല, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വെറുതെ ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു മുസ്ലിം ലീഗിന്റെ പരിപാടി ആയതുകൊണ്ട് പറയാം, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ പോയവർക്കറിയാം, അതിന്റെ ബാക്കിൽ പോയ ഏക്കർ കണക്കിന് മാവും തോട്ടങ്ങളുണ്ട്, ഏക്കർ കണക്കിന് പഴത്തോട്ടങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഫ്രൂട്ട് വിറ്റിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മൂപ്പര് രാവിലെ പോകുന്നു, ഇതൊക്കെ കാണുന്നു, ആ സന്തോഷം. നമ്മൾ മമ്മൂട്ടിയെ പറ്റി പറയും, ഏകദേശം ആ വയസ്സ് ആർക്കുണ്ട്? കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ട്, അതിനേക്കാൾ വയസ്സുണ്ട്, 75 വയസ്സുണ്ട്. അപ്പോൾ മമ്മൂട്ടിക്ക് 73 ഉള്ളൂ. എന്നാൽ മമ്മൂട്ടിയേക്കാൾ പ്രസരിപ്പുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കാരണം അത്ര സ്പീഡിലാണ് നടക്കുക, അത്രയും ആളുകളോട് ഇടപെടുന്നത്. ഞാൻ രണ്ടാളും കമ്പയർ ചെയ്ത് പറയല്ല. അപ്പൊ അതിന്റെ പോസിറ്റീവ് അതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പര് വളരെ ലിമിറ്റായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. നമുക്കൊക്കെ ഇങ്ങനെ ഇട്ടുതരും, മൂപ്പര് ഇരുന്നവർക്ക് അറിയാമല്ലോ, വളരെ കുറച്ചേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? ഇതൊരു മുസ്ലിം ലീഗിന്റെ ഒരു കുടുംബ സംഗമമാണല്ലോ, മുസ്ലിം ലീഗിന്റെ കുടുംബ സംഗമമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുമായിട്ട് ഇങ്ങനെ അതിൻ്റെ സന്തത സഹചാരിയായിട്ട് പോകുന്നു എന്നതല്ലാതെ ഞാനിതിൻ്റെ ലീഡറാകാനുമില്ല, അതിൻ്റെ ഒന്നിലേക്കും ഞാനില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കാറുണ്ട്, നിങ്ങളുടെ ഒരു കൂടെയുള്ള സഞ്ചാരി എന്ന നിലക്ക്. ആ ഒരർത്ഥത്തിൽ പറയുന്നു, മുസ്ലിം ലീഗ് ഇത് ചർച്ച ചെയ്യാൻ എന്താണ് കാരണം? കാരണം മുസ്ലിം ലീഗ് എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി നാളെ ഇതിൻ്റെ പിന്നിൽ ആരും കമൻ്റായിട്ട് വരണ്ട. ഇപ്പം ഞാൻ CHന്റെ നാട്ടിലൂടെ ഇങ്ങോട്ട് വന്നത്, അത്തോളിയിലൂടെയാണ് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാട്ടിലൂടെ വന്നത്. ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, ഞങ്ങളിങ്ങനെ CHനെ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നിരുന്നത് സത്യത്തിൽ എന്തിനായിരുന്നു എന്നറിയോ? നിന്നിരുന്നത് അന്നത്തെ തോടും അന്നത്തെ പാലവും പറയാനല്ല,
അന്നത്തെ തോടിനെ കുറിച്ച്, അന്നത്തെ പാലത്തെക്കുറിച്ച്. ഇന്നത്തെ രാഷ്ട്രീയക്കാർ കൂടുതൽ അതൊക്കെ പറയാം. ഇവിടെ പാലമില്ല, തോടില്ല, തോടുണ്ടായാലേ ഞങ്ങൾ വോട്ട് ചെയ്യൂ, പാലമുണ്ടായാലേ ഞങ്ങൾ വോട്ട് ചെയ്യൂ, റോഡുണ്ടായാലേ. അതൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ ആവശ്യമാണ്, പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം CH മുഹമ്മദ് കോയ സാഹിബ് എഴുന്നേറ്റ് നിന്നത് 75 വർഷം അപ്പുറത്തേക്കുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാരണം. CH മുഹമ്മദ് എന്തുകൊണ്ടാണ് തൻ്റെ ഭരണഘടനയിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഇത് കൂട്ടിച്ചേർക്കണമെന്ന് അംബേദ്കറോട് റിക്വസ്റ്റ് ചെയ്ത് ആ ബോഡി അത് കൂട്ടിച്ചേർത്ത്, ആ പ്രൊപ്പഗേഷൻ എന്നുള്ള വാക്കുകൂടി കൂട്ടിച്ചേർത്ത്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, കുട്ടികൾ അതിനെപ്പറ്റി പഠിക്കണം. ദീനനുസരിച്ച് അഥവാ അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അതിനെ പഠിക്കാനും എന്നതിൻ്റെ പകരം പ്രൊപ്പഗേഷൻ എന്നുള്ളൊരു വാക്ക് ചേർത്തില്ലായിരുന്നുവെങ്കിൽ, ഞാൻ വെറുതെ ഒരു വാക്ക് പറയില്ല, നിങ്ങൾക്ക് ഭരണഘടന എടുത്ത് നോക്കുക, അതാ അവരവരുടെ മതമനുസരിച്ച് പഠിക്കാനും ജീവിക്കാനുമുള്ള അനുവാദം എന്നുള്ളതിൽ നിന്ന് പ്രൊപ്പഗേഷൻ എന്നൊരു വാക്ക് കൂടി ചേർത്തു. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ അതിനെ പ്രബോധനം ചെയ്യാനുള്ള അവകാശം കൂടി എന്നത്, ആ ഒരു സംഭവം കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇന്ന് പല സ്ഥലത്തും വയലും നടക്കുമായിരുന്നില്ല, പല സ്ഥലത്തും പലതും നടക്കുമായിരുന്നില്ല. പ്രൊപ്പഗേഷന്റെ ഭാഗമാണ് ഈ നടക്കുന്നത്. അഥവാ ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ക്രിസ്മസും കൂടിയാണല്ലോ. അപ്പോൾ അവരുടെ ദിവസമായതുകൊണ്ട് പറഞ്ഞോട്ടെ, അവരെ എതിർത്തുകൊണ്ടല്ല, അവരുടെ നന്മ പറഞ്ഞോട്ടെ. അവർ ലോകത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ആരാ സഞ്ചരിക്കുന്നത്? അവർ ലോകത്തിന്റെ അരികിലേക്ക് പോകുന്നത് പോലെ ആരാ പോകുന്നത്? അറബികളുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും സഞ്ചാരം കുറച്ച് അവനവൻ്റെതായ സുഖലോലുപതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും, ഇവിടെ ശ്രദ്ധിക്കണം, അത് അവരവർ ശരിയാക്കിക്കോളും. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോകും. ഇപ്പൊ ജർമ്മനിയിൽ പോയവർക്കറിയാലോ, ജർമ്മനിയിൽ ഏറ്റവും വലിയ കാഴ്ച ഏതാ? അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണ്, കത്തീഡ്രൽ ചർച്ചാണ്. അപ്പൊ ഈ കത്തീഡ്രൽ ചർച്ച് കാണാതെ ആരും ജർമ്മനി വിട്ടു പോരൂല. കാരണം അത്ര ഭീമാകാരമായ ചർച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ലണ്ടനിൽ പോയാലാകട്ടെ, US പോയാലാകട്ടെ, ഈ പറയുന്ന കാനഡയിൽ പോയാലാകട്ടെ, എല്ലാ ഭാഗത്തും, സ്വിറ്റ്സർലാൻഡിലും നെതർലാൻഡ്സിലും എല്ലായിടത്തും അവരുടേതായ ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള പ്രൊപ്പഗേഷന്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലേക്ക് അവർ എത്തിയ സമയത്ത് സുന്ദരമായി അവർ പലയിടത്തും അവരുടേതായ ഛായകൾ ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, മൈസൂരിൽ പോയാൽ ഏറ്റവും വലിയ കാഴ്ച അവിടുത്തെ ഫിലോമിന ചർച്ചാണ്. ഏതോ കാലങ്ങൾക്ക് മുമ്പ് അവരുണ്ടാക്കിയത്. ഇന്നും മൈസൂർ സന്ദർശിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പോയിന്റാണ് ഏത്? ഈ പറയുന്ന ഫിലോമിന ചർച്ച്. നിങ്ങൾ ഏത് ബോംബെയിൽ നിങ്ങൾ നോക്കിക്കോ, കടലോര പ്രദേശത്ത് ഏറ്റവും വലിയ ചർച്ച് ഉണ്ടാക്കിയത് അന്നവരാണ്. അത് അവരുടെ അവകാശം, നമ്മളതിന് കുറ്റപ്പെടുത്തല്ല. ചെന്നൈയിൽ നിങ്ങൾ നോക്കിക്കോ, മെറീനയിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെയും ഏറ്റവും വലിയ ചർച്ച് അവരുടേതാണ്. കൊച്ചിയിൽ നിങ്ങൾ നോക്കിക്കോ, വിശാഖപട്ടണത്ത് നോക്കിക്കോ, ഈ പറയുന്ന ലോകത്തിൽ എവിടൊക്കെ കടലിടുക്കിൽ അവർ വന്നിറങ്ങിയിട്ടുണ്ടോ ആ പ്രദേശത്ത് മുഴുവനും അവരുടേതായ പ്രൊപ്പഗേഷൻ അവർ നടത്തിയിട്ടുണ്ട്. ഞാൻ വിവാദം പറയൽ, അവരുടെ നന്മ പറയാൻ. കാരണം അവരുടേതായ ദൗത്യം, അവരുടേതായ മതം അവർ നിർവഹിച്ചു. ഇതേപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് പോയാൽ അവരിതൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനവർ പ്രത്യേക ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താക്കി? അതിന്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ഹൈന്ദവ കമ്മ്യൂണിറ്റി മാത്രം പാവം അവരിലേക്ക് ഒതുങ്ങി, അവർ പ്രൊപ്പഗേഷൻ അധികം നിന്നില്ല. ഞാൻ വിലയിരുത്തുകയാണ് മതങ്ങളെ, അല്ലാതെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല. കാരണം ഹൈന്ദവ മതം പിന്നെ പറയുന്ന സാംസ്കൃത് എന്ന് പറയുന്ന സാധനം, സംസ്കൃതം എന്ന് പറയുന്ന സാധനം ഒതുക്കി അത് ബ്രാഹ്മണ ആളുകളിലേക്ക് മാത്രം ഒതുക്കിയതോടുകൂടി അധികം ആളുകൾക്ക് അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും. ആരാ സംസ്കൃത യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്? സംസ്കൃത യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ കാലത്താണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ കാരണം എപ്പോഴും അഡ്വാൻസ് ആയിട്ട് സംസാരിക്കണം എന്നതുകൊണ്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാലത്ത് CH കാത്തു നിന്നിരുന്നു. ഞാൻ CH മാത്രം പറഞ്ഞു പോവല്ല. എത്ര സമയം വരെ എന്നറിയോ? പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ എന്തായാലും CH കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിച്ചിട്ടേ ഉള്ളൂ, പഴമക്കാരിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ. CH കണ്ടത് എനിക്ക് അറിയില്ല. കാരണം ഞാനപ്പോഴൊക്കെ അദ്ദേഹം വഫാത്താകുന്ന സമയത്തിന് നമ്മളെ കുറഞ്ഞ് ചെറിയ 1-2 വയസ്സുള്ള സമയമൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്നത്, അങ്ങനെ CH അന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് യൂണിവേഴ്സിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടത് അന്ന് സ്കൂൾ പോലും തുടങ്ങാത്ത ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആദ്യം തുടങ്ങേണ്ടത് LKG UKG ഒക്കെ തുടങ്ങണമെന്ന് പറയലാണ്. പക്ഷെ CH പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി വേണം മലബാർ പ്രദേശത്തേക്ക്. ഇപ്പൊ നിങ്ങൾക്കത് ആലോചിക്കുമ്പോൾ കുട്ടികളെ, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും PGയും PhD ഒക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ അതിന്റെ തുടക്കകാല ഞാനീ പറയുന്നത്.
മരുഭൂമിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിടന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ചായി പറയുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങാത്ത കാലം, അതിപ്പോൾ ഈ അടുത്തല്ലേ തുടങ്ങിയത്. മൊത്തത്തിൽ കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മാത്രമായി ഒതുങ്ങിക്കൂടി, അല്ലെങ്കിൽ സർവകലാശാല എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്ര സർവകലാശാലയം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മലബാർ പ്രദേശത്തിന് ഞങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി വേണമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് കൊട നന്നാക്കുന്നവർക്ക് എന്തിനാ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചവരിൽപ്പെട്ട ഒരംഗം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതിൽപ്പെട്ട ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വ്യക്തിയുടെ പേര് ഞാനിത് രാഷ്ട്രീയ വിതർക്കങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. എന്തിനാണ് കൊട നന്നാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകാരെയും കോഴിക്കോട്ടുകാരെയും ബാക്കിയുള്ള കണ്ണൂരുകാരെയും ഒക്കെ കൊട നന്നാക്കുന്നവരാക്കി മാറ്റി. നിങ്ങൾ ആ കാലത്തെക്കുറിച്ച് ആലോചിക്കണം. എന്ന് വെച്ചാൽ അന്ന് മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പള്ളിക്കൂടത്തിനെ മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മാറ്റിയിരുന്ന ഒരു കാലത്ത്, ഓത്തുപള്ളികളെ മാപ്പിള സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്തൊരു കാലത്ത്, അന്നത്തെ കാലത്ത് ഓത്തുപള്ളിയാണ്, ഓതാൻ വേണ്ടി പോകുന്ന സ്ഥലത്തിനെ സ്കൂളാക്കി മാറ്റിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠിക്കണം. അത്രമാത്രം അക്ഷരങ്ങളെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഒരു കാലത്ത്. ഇപ്പൊ എൻ്റെ ഉമ്മയെ പറ്റിയിട്ട് എൻ്റെ ഉമ്മ തന്നെ പറയാറുണ്ട്, സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല. സ്കൂളിന്റെ പടി ആകെ പോയത് ഒത്തുപള്ളിയിലേക്ക് മാത്രമാണ്. ആകെ പോയത് ഒത്തുപള്ളിയിലേക്ക് മാത്രമാണ്. ആ ഒത്തുപള്ളിയുടെ കാലശേഷം പിന്നീട് അതിനെ കൺവെർട്ട് ചെയ്തിട്ടുള്ള ഒരു കാലം. അങ്ങനെ ആ സ്കൂള് തുടങ്ങി അവസാനം അറബി ഭാഷ ഈ ലോകത്ത് നിന്ന്, അഥവാ കേരളത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമോ എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥ വന്ന സമയത്ത് മലപ്പുറത്തിന്റെ കലക്ടറേറ്റിന്റെ ഭാഗത്തേക്ക് ചുണക്കുട്ടികളെ പറഞ്ഞയച്ചതും ഇതേ CH തന്നെയാണ്. അറബി ഭാഷ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു പോകുമായിരുന്നേനെ. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് മുജീബ് റഹ്മാൻ, കുഞ്ഞിപ്പ എന്ന് പറയുന്ന 3 ആളുകൾ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അറബി ഭാഷയുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു സമരത്തിന് വേണ്ടി പോയതാണ്. ആ സമരത്തെ പിന്നീട് പോലീസുകാർ മറ്റൊരു രീതിയിലേക്കാക്കി അന്നത്തെ ഭരണാധികാരികൾ. ഞാൻ പറഞ്ഞത് ഒരു ചരിത്രമാണ്, അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ആരെയും ക്രൂശിക്കാനോ അത് വീണ്ടും വിളമ്പാനോ അല്ല. സത്യത്തിൽ അന്ന് നഷ്ടപ്പെട്ടു. അത് ആവശ്യമായിരുന്നു അല്ലായിരുന്നു അതൊക്കെ വേറെ കാര്യം. പക്ഷേ അറബി ഭാഷയെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ? അറബി എന്ന് പറയുന്ന ഭാഷ പഠിച്ചുകൊണ്ടല്ലേ 1976 ആദ്യമായിട്ട് സ്പോക്കൺ അറബിക്ക് കേരളത്തിൽ തുടങ്ങിയത് കോട്ടയത്താണ്, മലപ്പുറം ജില്ലയിലല്ല, കോഴിക്കോടല്ല. 976 ആ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാനും ജനിച്ചത് 76 തന്നെയാണ്. കാരണം അതിന് അത്ര പഴക്കമുണ്ടെന്ന് അർത്ഥം. 976 ഈ പറയുന്ന കോട്ടയത്തെ ടൗണിലാണ് സ്പോക്കൺ അറബിക്ക് തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്നറിയോ? കുവൈത്തിന്റെ ഓയിൽ തുടങ്ങിയ കാലഘട്ടം, UAE ഓയിൽ തുടങ്ങിയ കാലഘട്ടം. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്താണ് ഇവരിതൊക്കെ തുടങ്ങുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ അറബിക്ക് പഠിക്കാം. ഇംഗ്ലീഷിന്റെ കൂട്ടത്തിൽ അറബി പഠിച്ചാൽ അവിടെ ഉന്നതമായ പൊസിഷൻ കിട്ടുമെന്ന് അവർക്കറിയാമായിരുന്നു. ഞാൻ ഈ കണ്ടത്തിലച്ഛൻ്റെ എറണാകുളത്തിലെ സെൻട്രലാണ് ഞാൻ എൻ്റെ TA എന്ന് പറയുന്ന കോഴ്സ് ചെയ്തിരുന്നത്. TA എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും തിരിയില്ല, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവുമല്ലോ. 1926 TA എന്ന കോഴ്സ് അവിടെ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. ആളുകളെ വിലയിരുത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഒരാളെ നോക്കിയാൽ അയാൾ ശരിക്കും പാരന്റ് ഈഗോ സ്റ്റേറ്റ് ആണോ, അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ആണോ, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണോ, പെട്ടെന്ന് കരയുന്ന ആളാണോ, പെട്ടെന്ന് ചൂടാകുന്ന ആളാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്റ്റഡി പഠിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത്, അതേ കണ്ടത്തിലച്ഛൻ്റെ സെൻട്രൽ അവർ എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നീങ്ങിയെന്നറിയോ? അന്ന് അവിടെ 5 ക്യാമ്പ് നടക്കുന്നുണ്ട് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത്. ഒന്ന് പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്മെന്റിന്റെ കോഴ്സാണ്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതിൽ പങ്കെടുക്കുന്നത്, അതുപോലെയുള്ള ആൾക്കാരെ പങ്കെടുക്കുന്നത്. അവർക്ക് പള്ളിയിലച്ഛന്മാരുടെ അതിമനോഹരമായിട്ടുള്ള അടുത്ത കോഴ്സുകൾ എന്തൊക്കെ ചെയ്യണമെന്നും യൂറോപ്പിലേക്ക് എങ്ങനെ പോകണമെന്നും ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം അന്ന് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് പറഞ്ഞോട്ടെ, ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, അവർ ബൈബ്ലിക്കൽ സ്റ്റഡീസിന്റെ കൂടെ, അഥവാ അവരുടെ ബൈബിൾ പഠിക്കുന്നതിന്റെ കൂടെ ഒന്നുകിൽ സൈക്കോളജിയിലോ അല്ലെങ്കിൽ സോഷ്യോളജിയിലോ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയിലോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലൊക്കെ PhD കഴിഞ്ഞ ആൾക്കാരും കൂടിയാണ് മിക്ക പള്ളിയിലച്ഛന്മാരും. ഞാൻ പറഞ്ഞതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരെന്താക്കി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് എന്താക്കി, അവരുടെ മക്കളൊക്കെ പഠിപ്പിച്ചു വിട്ടു. നല്ലത്. ഈ ക്രിസ്മസും ഈ മലയാളികളായ ആൾക്കാർ ഇപ്പോഴും ഇന്നത്തെ ദിവസത്തിലും പല ഭാഗത്തും ആഘോഷിക്കുന്നുണ്ടാകും. നമ്മൾ അവരെ ബഹുമാനപൂർവ്വം കണ്ടുകൊണ്ട് പറഞ്ഞോട്ടെ, ആ കാലഘട്ടത്തിലൊക്കെ തന്നെയായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെട്ടതും. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളുകൾ കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ച ഒരു കാലം. അന്ന് കരഞ്ഞുകൊണ്ടാണ് CH മുഹമ്മദ് കോയ സാഹിബ് അവിടെ നിന്ന് യാത്ര തിരിച്ചത്, നിയമസഭയിൽ നിന്ന് തന്റെ അത്തോളിയിലേക്ക്.
അംബാസഡർ കാറിൽ സഞ്ചരിച്ച കഥകളൊക്കെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാം. ആ സമയത്ത് ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൽ വരുന്ന സമയത്ത്, ഏതുമാകട്ടെ വാഹനം, ആ സമയത്ത് കരഞ്ഞുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള അഹോരാത്ര പരിശ്രമം. അങ്ങനെയാണ് സത്യത്തിൽ എന്താകുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കുക. വീട്ടിൽ പോയിട്ട്, ഇവിടെ തന്നെ അടിക്കാൻ നിൽക്കണ്ട, വീട്ടിൽ പോയിട്ട് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുതെ വെറുപ്പും വിയോജിപ്പൊന്നും പറയാൻ പറ്റൂല. കാരണം AI ഉണ്ട് തുറന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ChatGPT തുറന്നു കഴിഞ്ഞാൽ, അതേമാതിരി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെറ്റ തുറന്നു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് ആർക്കും ഇങ്ങനെ ബയാസ് ഉണ്ടാക്കിയിട്ട് കളിക്കാനൊന്നും ഇനിയുള്ള കാലത്ത് പറ്റൂല. കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് പറഞ്ഞു തരും. മുസ്ലിം ലീഗുകാരുടെ പ്രസംഗം കേട്ടാൽ വിചാരിക്കും CH ഒന്നും അല്ലായിരിക്കും തുടങ്ങുക, അവർ പ്രസംഗത്തിൽ പറയായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ ഇതിലേക്ക് കയറേണ്ടത്. ആധുനിക കാലഘട്ടം റിസർച്ച് ചെയ്യേണ്ട സാധനം ഞാൻ പറയുന്നത്. അങ്ങനെ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് അഡ്വാൻസ്ഡ് ആയിട്ടായിരുന്നു അന്ന് സംസാരിച്ചത്. CH മുഹമ്മദ് കോയ സാഹിബ് സംസാരിച്ചത് അഡ്വാൻസ്ഡ് ആയിട്ടാണ്. സ്കൂള് പോലും തുടങ്ങാത്ത സമയത്താണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ഈ ലോകത്തോട് സംസാരിച്ചത്. എന്നിട്ട് അന്ന് രാത്രി 1 മണിക്കും 2 മണിക്കും തന്നെ കാത്തിരിക്കുന്ന, തിരുവനന്തപുരത്ത് നിയമസഭ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ അവിടെ കയറിക്കോളാം എന്ന് പറയുന്ന സമയത്ത് ട്രെയിൻ എങ്ങാനും വൈകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഹനമെങ്ങാനും വൈകിക്കഴിഞ്ഞാൽ 1 മണി വരെ കാത്തിരിക്കുന്ന ജനതയോട് അന്ന് CH പറഞ്ഞിരുന്ന വാക്കുണ്ടായിരുന്നു: എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കളൊക്കെയും കോളേജിന്റെ വരാന്തയിലൂടെ, യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിലൂടെ നടക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു എന്നതാണ്. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ തുടങ്ങിയിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാവരും പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മുടെ കുട്ടികളൊക്കെ ഉന്നതമായ അവസ്ഥയിൽ എത്തുമ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച നേതാക്കന്മാരുണ്ടായത് കൊണ്ടാണ് എന്ന് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. പോസിറ്റീവായിട്ട് ഈ ഒരു രീതിയിലാണ് എല്ലാം ഉണ്ടായത്. ഭരണഘടനയിൽ ചില കാര്യങ്ങൾ ചേർക്കാൻ പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് അല്പമൊന്ന് കണ്ണുനീരണിഞ്ഞതും ഈ പറയുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് അങ്ങ് ദൂരയിലേക്ക് നോക്കിയിട്ടുള്ള നോട്ടം കൊണ്ടായിരുന്നു. ആ ഒരു ദിവസത്തിന്റെ ഒപ്പുവെക്കലല്ല അത്. ഇന്ന് നമ്മളൊക്കെ ഇന്നിവിടെ സുസ്ഥിരമായിട്ട് ഇരിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് അന്നത്തെ ആ ഒരു സിഗ്നേച്ചർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ചില കാലാന്തരങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഞാനൊരു പാർട്ടിക്കാരനായിട്ട് പ്രസംഗിക്കുകയല്ല. എനിക്കെപ്പോഴും അതിന്റെ ചാരത്തിലൂടെ പോകാനേ ആഗ്രഹമുള്ളൂ, നേതാവാകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നിന്റെയും പ്രസിഡന്റോ സെക്രട്ടറിയോ, ഒരു വാർഡിലെ പ്രസിഡന്റ് പോലും ഞാൻ ഇന്നേ വരെ ആയിട്ടില്ല. ആകാൻ പറയാഞ്ഞിട്ടല്ല, ഒരുപാട് ക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്കതിന് താല്പര്യമില്ല. ഞാൻ പറയുന്നത്, ഞാൻ പാർട്ടിക്കാരനായിട്ടല്ല സംസാരിക്കുന്നത്. അതിന്റെ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. മെമ്പർഷിപ്പ് എടുക്കാൻ പാകറ്റ പണിയത്, പക്ഷെ മെമ്പർഷിപ്പ് പോലും എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് അങ്ങനെ തന്നെ നിൽക്കാനാണ്, എല്ലാവരും സ്നേഹിച്ച് ബഹുമാനിച്ച് നിൽക്കാനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ്. ആ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ എത്രയെത്ര കാര്യങ്ങൾ മുസ്ലിം ലീഗ് അല്ലാത്ത അതിന്റെ ഉപോത്ബലകമായിട്ടുള്ള കുറെ ഉണ്ടല്ലോ. ഇപ്പൊ KMCC ഉദാഹരണത്തിന്, മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ പോഷക സംഘടനയിൽപ്പെട്ട ഒന്നാണ് KMCC. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പോവുക. മുസ്ലിം ലീഗിലല്ല ഞാൻ ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങിയത്, ഞാൻ KMCCയിലാണ്. KMCCക്കാർ കുറേ പരിപാടിക്ക് കൊണ്ടുപോയപ്പോഴാണ് മുസ്ലിം ലീഗുകാർ എന്താക്കിയത്, എന്നെ ഇവിടെ വിളിക്കാൻ തുടങ്ങിയത്. KMCCക്കാരാണ് എന്നെ പരിപാടിക്കോട്ടെ. KMCCന്റെ പരിപാടിക്ക് ഒരുപാട് രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, ലണ്ടനിലും ഓസ്ട്രേലിയയിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞത് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് 2-3 സെഷനുകളിലായി. അതിൽ ഒന്ന്, ആധുനിക കാലഘട്ടത്തിലെ മക്കൾ എങ്ങനെയൊക്കെ വളരണം, എങ്ങനെയൊക്കെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യണം, അവർക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം. അതിൽ ആദ്യത്തെ പടി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും രണ്ടാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവലാണ്, ഞെരിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പൊ ഭർത്താവ് ഭാര്യനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഭാര്യ ഭയങ്കര പ്രശ്നക്കാരിയായിരിക്കും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഭർത്താവ് പെരും ചൂടനായിരിക്കാം, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. മാറ്റിയിരുത്തുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു വൃത്തമായിട്ട് നിങ്ങൾ കാണുക. ഒരു വൃത്തം ഈ ഭാഗത്തുണ്ട്, ഒരു വൃത്തം ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് പുരുഷൻ നിൽക്കുന്നു, ഈ ഭാഗത്ത് സ്ത്രീ നിൽക്കുന്നു. ശ്രദ്ധിക്കണേ, ഇതൊരു ക്ലാസ് പോലെ പോകാം നമുക്ക്. വലിയ ഗംഭീര പ്രസംഗത്തിനേക്കാൾ നല്ലത് ക്ലാസ്സാണ്. എന്ന് വെച്ചാൽ
ഒരു റൗണ്ടിൽ നിങ്ങളുണ്ട്. ഈ റൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ? ഈ ആണെന്ന് പറയുന്ന ഈ റൗണ്ടിൽ ഈ വിരലുകൾ ഇങ്ങനെ നോക്കുക. അവൻ്റെ പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. കേട്ടിട്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ചിലർക്ക് വിചാരിക്കേണ്ടത് വയസ്സന്മാർക്ക് തിരിയോ അതോ പിന്നെ പ്രായം ചെന്നവർക്ക് തിരിയോന്ന്. തിരിയണ ഭാഷയിൽ പറഞ്ഞു തരാം. ഇതൊക്കെ കട്ടിയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് തോന്നണ്ടാന്ന്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ തോന്നലുകളാണ്, ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങളാണ്, ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങളാണ്. ഇതേപോലെ തന്നെ നാലാമത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനോഭാവമാണ്. അപ്പൊ നമ്മുടെ മനോഗതി ഉണ്ടല്ലോ, ആ മനോഗതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നത് പെർസെപ്ഷനും ഒപ്പീനിയനും ബിലീഫ് സിസ്റ്റം കഴിഞ്ഞിട്ടാണ് ആറ്റിറ്റ്യൂഡ് വരിക. ഒരാളെ കുറിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അയാളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്താഗതി രൂപാന്തരപ്പെട്ടു വരുന്നത് ചില തോന്നലുകളിൽ നിന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭർത്താവ്, ആ ഭർത്താവിനെ കുറിച്ച് ആദ്യം നമുക്കൊരു തോന്നലുണ്ടാകുന്നു. ആ തോന്നൽ നമ്മുടെ അഭിപ്രായമാകുന്നു. രണ്ടാമത്തെ അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് കയറുന്നു. അതായത് അയാളെ പറ്റിയുള്ള ഒരു വിശ്വാസം അങ്ങനെയാണ്. അതാണ് പിന്നീട് നമ്മുടെ മനോഭാവത്തിലേക്ക് മാറുന്നത്. നമ്മുടെ മനസ്സിലുള്ള അയാളെ കുറിച്ചിട്ടുള്ള ഭാവം തന്നെ പിന്നെ അതാണ്. പിന്നെ ആ മനോഭാവത്തെ മാറ്റാൻ കഴിയില്ല. ആറ്റിറ്റ്യൂഡിനെ മാറ്റൽ വലിയ പ്രയാസമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനികൾ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കുന്നത് ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ്. ആരുടെ? സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ്. ഈ സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ് പഴയ രീതിയിൽ തന്നെ ആണെങ്കിൽ മാറാൻ കഴിയില്ല. ഇപ്പൊ അംബാസഡർ കാറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യയിലെ ദ കിങ് ഓഫ് ദി റോഡ് എന്നറിയപ്പെടുന്ന സാധനമായിരുന്നു കിങ് ഓഫ് ദി റോഡ്. എന്താ ഈ കിങ് ഓഫ് ദി റോഡ് എന്ന് പറഞ്ഞാൽ റോഡിലെ രാജാവ്. അംബാസഡറിൽ പോയത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇവിടുത്തെ പ്രധാനമന്ത്രി അടക്കം അംബാസഡറിലാണ് പോയിരുന്നത്, മുഖ്യമന്ത്രി അംബാസഡറിലാണ് പോയിരുന്നത്. ഒരു ഒട്ടുമിക്ക തറവാട്ടിൽ 1-2 അംബാസഡർ ഉണ്ടായിരുന്നു. പക്ഷെ അംബാസഡർ എന്തുകൊണ്ട് ഔട്ടായി എന്നറിയോ? അംബാസഡർ കാർ റോഡിൽ നിന്ന് എന്തുകൊണ്ട് ഔട്ടായി? എന്തേ കാരണം? അവർ കാലത്തിനനുസരിച്ച് മാറിയില്ല എന്നതുകൊണ്ടാണ്. അംബാസഡർ ആ പഴയ രീതിയിൽ തന്നെ. ഇനി പുതിയത് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞേക്കുണ്ട്. അത് പിന്നെ കോഴിയുടെ കഥ പറഞ്ഞതുപോലെ എന്നാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അംബാസഡർ എന്നോ പോയി. 1970-കളിൽ 80-കളിലൊക്കെ റോഡിലെ ചക്രവർത്തിയായിരുന്ന അംബാസഡർ. ആ അംബാസഡർ 90 ആയപ്പോഴേക്കും 90-ൽ 91-ലൊക്കെ അതിമനോഹരമായി എന്തിറങ്ങി? മാരുതിയുടെ കാറുകൾ ഇറങ്ങിയോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ പിറകോട്ട് മാറാൻ തുടങ്ങി. സത്യത്തിൽ അംബാസഡറിന്റെ സ്റ്റഫും ആദ്യം ഇറങ്ങിയ മാരുതിയും തമ്മിൽ അതിനെ സോപ്പും പെട്ടി എന്ന് തന്നെ അത് ആദ്യം വിളിച്ചിരുന്നത്. പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ ഒരു സോപ്പും പെട്ടി ഇറങ്ങിക്കണമെന്നാ പറയാ. പക്ഷെ അതങ്ങനെ വലുതായി വലുതായി വേറെ ലോകത്തിലേക്ക് എത്തി. അതിനുശേഷം ടൊയോട്ട വന്ന്, മറ്റത് വന്ന്, ഇപ്പോഴത്തെ ഫെറാറിയും ബുഗാട്ടിയും ഒക്കെ. ഇന്നലെ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു രാത്രിയിൽ എൻ്റെ ഫാമിലിക്കൊപ്പം. അപ്പൊ അവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഫെറാറിയും ബുഗാട്ടി ഇതൊക്കെ കൊണ്ടുവരില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലൈറ്റിലൊരു മലപ്പുറത്തുകാരൻ ഫെറാറിയും ബുഗാട്ടിയൊക്കെ കൊണ്ടുവരുന്നത്. അവന്റെ കല്യാണം ആയിരുന്നു ഇന്നലെ. ഇന്നാണ് ശരിക്കും കല്യാണം. ഇന്നലെ രാത്രി ഞാൻ പങ്കെടുത്തതിൽ നിങ്ങളെ പരിപാടിയൊന്നും കയ്യിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ എത്താൻ തുടങ്ങി. ഈ പറയുന്ന കാര്യം അപ്ഡേഷൻ നടന്നതുകൊണ്ട്, കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് പല കാറുകളും നിലനിന്നു. എന്നാൽ അംബാസഡർ ഔട്ടായത് പഴയ ഗതിയിൽ നിന്നതുകൊണ്ടാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന മൊബൈൽ അതേതായിരുന്നു? നോക്കിയ എന്ന് പറയുന്ന മൊബൈലായിരുന്നു. നോക്കിയ മൊബൈലായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട് ലോകത്തിലെ നമ്പർ 1 കമ്പനിയായിരുന്നു. പക്ഷേ അത് ഇപ്പം അധികം നമുക്ക് കാണാനില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് പിന്നിലാണ്. കാലോചിതമായ മാറ്റങ്ങൾ മാറിയില്ല. ഞാൻ പറയുന്നത് ഈ മാറുമ്പോൾ മൂല്യം മാറ്റണം നമ്മൾ പറയുന്നില്ല. മൂല്യങ്ങൾ മാറേണ്ട കാര്യമില്ല, പക്ഷേ ആളുകൾ മാറുമല്ലോ. ഫോർ എക്സാമ്പിൾ, കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു. ഉദാഹരണം പറയാണ്. അപ്പൊ നമ്മൾ മൊബൈൽ വാങ്ങി വെക്കുക എന്നതല്ല അതിൻ്റെ പരിഹാരം. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ ഡിവൈസ് ഇറങ്ങും. നമ്മുടെ കാലത്ത് വാച്ച് സെയ്ക്കോ 5ഉം അതേപോലെ എൻ്റെ കുട്ടിക്കാലത്ത് സെയ്ക്കോ 5ഉം അതേപോലെ തന്നെ സിറ്റിസനും ആയിരുന്നു. ദുബായിക്കാരൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഭയങ്കര പെന്നും അതേമാതിരി തന്നെ പല പാർക്കോന്റെ പെന്നൊക്കെ ഉണ്ടായിരുന്നു, പാർക്കറിന്റെ പെന്ന്. അത് കാലം മാറി ഇങ്ങനെ മാറി മാറി ഇപ്പൊ സെയ്ക്കോ 5 ഒക്കെ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ അത് എവിടെയാന്നുള്ളത്. പറഞ്ഞു മനസ്സിലായോ? അതിൽ നിന്നൊക്കെ മാറി. അപ്പൊ അന്ന് വാച്ചായിരുന്നു പ്രധാനം. അന്ന് വാപ്പ ബോംബെ നിന്ന് വരിക, അല്ലെങ്കിൽ ഗൾഫ്, വാപ്പ ബോംബെയിലായിരുന്നു കുറെ കാലം, അവിടുന്ന് വരിക അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാച്ചിനാണ് ആഗ്രഹിക്കുക. കാലം മാറിയപ്പോ പിന്നെന്തായി മാറി? ടോർച്ചായി, മറ്റേതായി, ഇതായി. ഇപ്പൊ ടോർച്ചും വാച്ചും ടൈമും ടൈമറും എല്ലാം കൂടി ഈ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ടോർച്ച് വേണോ ഇതിലുണ്ട്, വാച്ച് വേണോ ഇതിലുണ്ട്, എന്തൊക്കെയാണോ വേണ്ടത്. വീട്ടിലുണ്ടായിരുന്ന പല സാധനത്തിന്റെയും കോമ്പിനേഷനായി ഇത്. അപ്പൊ ഈ സാധനത്തിനെ കാലഘട്ടത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല. നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ.
നമ്മൾ ഈ ഇരിക്കുന്നവർക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. ഇത് മാറി മാറി അവസാനം ഈ സാധനം നമ്മുടെ ഉപോത്ബലകമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമായി മാറി. അപ്പൊ നമ്മൾ 976 ജനിച്ച എനിക്ക് ഇതൊഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ 2000 ജനിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പിന്നെ 2000 ജനിച്ച ഒരു കുട്ടി, കാരണം ഓരോ കാലഘട്ടത്തിൽ ഇനി ശരിക്കും മനസ്സിലാക്കണേ. എന്ന് വെച്ചാൽ എനിക്കിപ്പോ ആയുസ് എന്ന് പറയുന്നത് അല്ലാഹു ദീർഘായുസ് നമുക്കൊക്കെ തരട്ടെ. ചിലപ്പോൾ ഇനി ഒരു 25 വർഷം കൂടി ഉള്ളൂ എന്ന് വെക്കുക. 25 വർഷം ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധി മതി എനിക്ക്, അല്ലേ? അതുപോലെ, കാരണം അത് കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ചു പോകുമല്ലോ. എന്നാൽ ഏകദേശം 20 വർഷം മുമ്പ് ജനിച്ച ഇപ്പോഴത്തെ 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് അവന്റെ ആയുസ് അപ്രോക്സിമേറ്റ്ലി എടുത്താൽ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 65 വയസ്സ് വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനിപ്പോൾ 25 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏകദേശം 75 വയസ്സാവും, മീൻസ് ഏകദേശം ഒരു 72 ഒക്കെ ആവും. അപ്പൊ ഈ 72 വയസ്സിലാണെങ്കിൽ അവന്റെ 72 വയസ്സ് സംഭവിക്കുന്നത് എന്നാണ്? ഇനിയും 42 അല്ല 52 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മനസ്സിലായി? ഇപ്പത്തെ 20 വയസ്സ് തന്നെ 72 അല്ല 52 കൊല്ലം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി 20 25 കൊല്ലത്തെ ബുദ്ധി മതി, ഈ കുട്ടിക്ക് അത് പോരാ. അപ്പൊ പടച്ചോൻ എന്ത് ചെയ്യും? എന്നേക്കാൾ ഡബിളായിട്ടുള്ള കാര്യം ആർക്ക് കൊടുക്കും? ഇവർക്ക് കൊടുക്കും. എന്നേക്കാൾ ഡബിളായിട്ടുള്ള കാര്യം കൊടുക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആധുനിക തലമുറയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം അതത് കാലഘട്ടത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ. ഇപ്പൊ എൻ്റെ ഈ മൊബൈലിൽ എന്തെങ്കിലും ഒന്ന് എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാദി മർസൂഖ് മുജ്തബയുടെ കയ്യിലാണ് കൊടുക്കുക. കാരണം ഹാദിക്ക് അറിയുന്നത് പോലെ ഈ സാധനം എനിക്കറിയില്ല. ഞാൻ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുമെങ്കിലും ഇതിലങ്ങനെ കുറേ സമയം ഇരുന്നാലേ ഇതിലേക്കാവുള്ളൂ. അപ്പൊ വളരെ പെട്ടെന്ന് ഞാനിപ്പോൾ ഇന്നാൾ നോക്കുമ്പോൾ എൻ്റെ GPay പെട്ടെന്ന് കാണാനില്ല, ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല, ആകെപ്പാടെ പ്രശ്നമായി. ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ഈ സാധനം കിട്ടുന്നില്ല, ഏതൊക്കെയോ കയറണം, അക്കൗണ്ട് നമ്പറിലേക്ക് കയറാം. അപ്പൊ അവൻ പറഞ്ഞു അത് ഇന്നയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, ഇന്നടുത്തുണ്ടാവും. അവന് വെറും 10 സെക്കൻഡ് കൊണ്ട് എടുത്തു തന്നു. വാട്സപ്പിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഡിലീറ്റ് ആക്കിയ സാധനങ്ങൾ കുട്ടികളെ കയ്യിലൊന്ന് കൊടുത്തു നോക്കിയാട്ടെ. വാട്സപ്പിൻ്റെ ഡിലീറ്റ് ആക്കുന്നുണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെയും ഡൗൺലോഡ് ചെയ്യുമ്പോൾ പഴയത് വേണമെന്ന് വയ്ക്കും, വേണമെന്ന് പറഞ്ഞതാക്കും, ഇത്ര ഡേറ്റ് മുതൽ മതി എന്നറിയാം. ഇതൊക്കെ അടിച്ചു കൊടുത്താൽ നമ്മൾ പണ്ട് ഇനി ആരും കാണണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ അവർ പുറത്തെടുത്ത് തരും. ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ ഒരുപാട് വലുതായി. ഇപ്പൊ ഫുട്ബോൾ കളി, നിങ്ങളതിന് എത്ര നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ അതിനെ പോസിറ്റീവായിട്ടേ പറയുള്ളൂ. നിസ്കാരം കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് മാത്രം. കാരണം ഒരു മനുഷ്യന് ക്വിക്ക് ഡിസിഷൻ ഉണ്ടാവണമെങ്കിൽ, പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ടോപ്പ് ഒരു കളിയാണ് ഫുട്ബോൾ കളി. കാരണം ഫുട്ബോളായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടത്തും വലത്തും ഫോർവേഡും സെൻട്രൽ ഫോർവേഡും എല്ലാം കൂടി ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആർക്ക് ഇട്ടുകൊടുക്കണമെന്ന് ഓരോ സെക്കൻഡിലും തീരുമാനം എടുക്കണം. വെറുതെ ഇട്ടുകൊടുക്കല്ലത്. കാരണം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്ക് അനാലിസിസ് കഴിയുന്നുണ്ട്. കാരണം അവിടെ ഉള്ളവർക്ക് ഇട്ടുകൊടുത്താൽ അവിടെ ക്രോസിൽ ആൾ വരാൻ സാധ്യതയുണ്ട്, അത്ര സ്പീഡിൽ എൻ്റെ പന്ത് ആവുകയില്ല, എൻ്റെ പന്ത് അങ്ങോട്ട് എത്താതെ വരുമ്പോൾ മറ്റവൻ ക്രോസ് ചെയ്താൽ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവൻ ഇട്ടുകൊടുത്താൽ ഇവന് ഇവിടുന്ന് ഓടിയെത്താൻ സമയം ഉണ്ടാകും. അപ്പൊ ഇവൻ അങ്ങോട്ട് പാസ് ചെയ്താൽ അങ്ങോട്ട് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന്റെ പേരിൽ അതിന്റെ ഉള്ളിൽ തീരുമാനിക്കുന്നതിന്റെ പേരാണ് ഫുട്ബോൾ മൂവ്മെന്റ്. അപ്പൊ കുട്ടികൾ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കുക എന്നുള്ളതല്ല, പകരം ആ ഫുട്ബോൾ കളി എത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാ പഠിപ്പിക്കേണ്ടത്. ഹലാലാവണം ഈ പറഞ്ഞതൊക്കെ എന്നുള്ളൂ. കളി എന്തുകൊണ്ടാണ് ചിലതൊക്കെ ഹറാമാക്കിയത്? അതിൽ അസഭ്യങ്ങൾ പറയുന്നത് കൊണ്ട്, മനുഷ്യന്റെ ഔറത്ത് കാണിച്ച് ചെയ്യുന്നത് കൊണ്ട്, ഇതുകൊണ്ടൊക്കെയാണ് ഇസ്ലാം അതിനെന്താക്കിയത്. അല്ലാതെ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ദൈവബന്ധാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്രസ ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവബന്ധ് പോയിട്ടാണ് പഴയ ആൾക്കാരൊക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ടാണല്ലോ ഫൈസാബാദൊക്കെ വന്നത്. പഴയ കാലത്ത് ദൈവബന്ധ് പോയിട്ട് എല്ലാവരും ഡിഗ്രിയും PG ഒക്കെ എടുക്കല്. ആ കാസിമി എന്ന് പറഞ്ഞ ബിരുദം ആർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ദൈവബന്ധം എടുത്തതാണ്. അപ്പൊ ഈ ദൈവബന്ധിലെ മദ്രസയിൽ ഫുട്ബോൾ കളിയുണ്ട്. പക്ഷെ ഇതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും കളിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് ഫുട്ബോൾ കളി എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എതിർക്കേണ്ടതില്ല. അതിനെങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഇപ്പൊ കുട്ടികള് ചില കാര്യങ്ങൾ, ഇപ്പൊ സ്കൂളുകളൊക്കെ ഇനി മാറാൻ പോവാണ്. സ്കൂളുകൾ മാറി എന്താകുന്ന പറഞ്ഞാൽ വിഷ്വൽ കോൺസെപ്റ്റ് കൂടാൻ പോവാണ്. എന്താ വിഷ്വൽ കോൺസെപ്റ്റ്? കാഴ്ചയിലൂടെ ആയിരിക്കും ഇനി കുട്ടികൾ ഇതൊക്കെ പഠിക്കുക. സാധാരണ തിയറി പഠിച്ചിട്ട് അത് കാഴ്ചയാക്കി ഉള്ളിൽ കയറ്റിയിട്ട് പഠിക്കാൻ കുട്ടിയെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതുവരെ പ്രസംഗിച്ചത് എല്ലാം കൂടി നിങ്ങളെ തലയ്ക്ക് കയറിയിട്ടുണ്ടാവില്ല, കുറച്ചാൾക്കാർക്ക് കയറിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതുവരെ ഇമോഷനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ എൻ്റെ സ്പീച്ചിൽ എപ്പോൾ കഥ പറയുന്നുണ്ടോ ആ കഥകൾ മുഴുവനും നിങ്ങളുടെ മനസ്സിൽ കിടക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാരണം കഥ പറയുമ്പോൾ അത് വിഷ്വലിലേക്ക് കയറുന്നു.
കാഴ്ചയിലേക്ക് കയറുന്നു. ഞാനിവിടെ ഇങ്ങനെ എന്നിട്ട് ഇല്യോമെൻ്റ് മൈൻഡ്, ഇൻഡ്യൂഷൻ മൈൻഡ്, ഓവർ മൈൻഡ്, സൂപ്പർ മൈൻഡ് എന്ന് പറഞ്ഞ 4 വർത്താനം പറഞ്ഞാൽ അതൊന്നും നിങ്ങളെ തലയ്ക്ക് ചിലപ്പം കയറണമെന്നില്ല. കാരണം അതെന്താണ്? അത് കേവലം വിഷ്വൽ അല്ല, അത് ഓഡിറ്ററിയാണ്, വാക്കായിട്ട് ഇങ്ങനെ പോണതാണ്. കഥകൾ പറയുമ്പോൾ കേൾക്കുന്നത് പോലെ കുട്ടികൾക്ക് ഇനി പഠനങ്ങളൊക്കെ വളരെ എളുപ്പമായി വരാൻ പോവുകയാണ്. ഇതൊന്നും എതിർക്കാൻ നമുക്ക് പറ്റൂല, സർക്കാരിൻ്റെ ചില നിയമങ്ങളാണ്. ഇപ്പൊ ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്നെക്കുറിച്ച് പറയല്ലോ കേട്ടോ, 15 വർഷമായി. ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ് ഏറ്റവും ടോപ്പ് എന്നെ 15 വർഷം മുമ്പുള്ള സ്പീച്ച് കേട്ട് നിങ്ങൾക്ക് തിരിയും. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സിസ്റ്റം ഫിൻലാൻഡിലെ സിസ്റ്റമാണെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് ഇതേ ഫിൻലാൻഡാണ്. അതുപോലെ എങ്ങനെ സ്കൂളാക്കാന്നുള്ളത് അത് നമ്മൾ കേട്ടിട്ടാവില്ല, അവർക്ക് അതിനേക്കാൾ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇത് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഈ ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റം ഇവിടെ വന്നാൽ എന്തായിരിക്കും കഥ? അതിൽ പരീക്ഷയില്ല, there is no examination. 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പരീക്ഷയും കട്ട് ചെയ്യും. കുട്ടികൾക്ക് നല്ല ഇഷ്ടാവുന്നില്ല നിങ്ങൾ വിചാരിക്കണം. കുട്ടികൾ പറയും ആ പഴയ എക്സാമിനായിരുന്നു നല്ലത്. കാരണം ഓരോ മൂമെന്റിലും അവർക്ക് എക്സാമാണ്. മനസ്സിലാകണ്ടോ? അവർക്ക് റെഫറൻസ്, അതേപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, സ്ട്രാറ്റജിക്കൽ തോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫുള്ളായിട്ട് പാക്ക് ചെയ്യും. എക്സാം ഇല്ലാന്നേ ഉള്ളൂ, കുട്ടികളുടെ കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടി അതിലുണ്ടാവും. നമ്മളെ നാട്ടിൽ അറിവേ കൂടുന്നുള്ളൂ, കഴിവ് കൂടുന്നില്ല. മനസ്സിലായി? ഇംഗ്ലീഷിനെ കുറിച്ച് നല്ല അറിവുണ്ടാവും, പക്ഷെ പറയാനുള്ള കഴിവുണ്ടാവില്ല. പറയലൊരു കഴിവാണ്, പഠിക്കൽ വേറെ രീതിയാണ്. ഇതേപോലെ ഇനി കുട്ടികൾക്ക് ക്ലാസ് റൂം മാറും. അമ്മമാരെ ശ്രദ്ധിക്കണേ, ക്ലാസ് റൂം മാറും. ക്ലാസ് റൂം എത്രത്തോളം മാറും എന്ന് വെച്ചാൽ ടീച്ചർലെസ്. ഇപ്പൊ ഡ്രൈവർലെസ് കാർ നിങ്ങൾ കേട്ടില്ലേ? ഡ്രൈവർ ഞാൻ നാളെ കണ്ടു, ദുബായ് കൂടെ പോകുന്നുണ്ട് ഡ്രൈവർ ഇല്ലാത്ത കാറ്. കാരണം എല്ലാ സെൻസറാണ്. ഒരു കാർ ഇപ്പൊ ഉദാഹരണത്തിന് 100 മീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, അതിന്റെ വേഗത ഇന്നതാണ്, അപ്പൊ നമ്മൾ ഇന്നമാതിരി സ്ലോ ആക്കി കൊടുക്കണം എന്നൊക്കെ AI ഈ കാറിനോട് പറയും. പറയാൻ മീൻസ് പ്രവർത്തിപ്പിക്കും. അപ്പൊ ബ്രേക്ക് ചവിട്ടേണ്ടടത്തൊക്കെ കാർ തന്നെ ബ്രേക്ക് ഔട്ടും. ഡ്രൈവർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മളൊക്കെ ഇരുന്ന് ഉറങ്ങും, കാർ അതിന്റെ ലക്ഷ്യത്തിലെത്തും. ഡ്രൈവർലെസ് കാറാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി നമ്മളെ നാട്ടിലൊക്കെ വരും. ഇതേപോലെ ടീച്ചർലെസ് ക്ലാസ് വിത്തൗട്ട് ടീച്ചർ ഇല്ലാത്ത ക്ലാസ് റൂമുകൾ വരും. നല്ല രസം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികൾ ഭയങ്കര കച്ചറാവൂലെന്ന്, ടീച്ചർ ഇല്ലെങ്കിൽ. AI ഇങ്ങോട്ട് കംപ്ലീറ്റ് ക്യാമറ ഘടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് അനങ്ങാൻ പറ്റൂല. കുട്ടികൾ അപ്പം പറയും പഴയ ടീച്ചറിന് നല്ലത്. പഴയ ടീച്ചർ ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിലും കോപ്പി അടിക്കായിരുന്നു, കാരണം ടീച്ചർക്ക് എല്ലായിടത്തും എത്താൻ പറ്റൂല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം എത്താം. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്യാമറ വന്നപ്പോൾ എന്തായി? ഇപ്പൊ ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയാലോ, എല്ലാ ഭാഗത്തുനിന്നും എല്ലാതും ക്യാമറയിൽ പകർത്തുന്നുണ്ട്. AI ക്യാമറ വന്നതോട് കൂടിയിട്ട് പഴയ പോലെയല്ല, എല്ലാം അവർ കണ്ടെത്തുന്നു. ഇപ്പോ മയക്കുമരുന്ന്, ഉദാഹരണത്തിന് ഗൾഫിലേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ പാക്കറ്റ് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ടിക്കറ്റ് ഫ്രീ, മറ്റത് ഫ്രീ, എന്ത് പാക്കറ്റാന്ന് ഈ കുട്ടിയൊക്കെ അറിയില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിട്ട് ഇവരങ്ങോട്ട് കയറുകയാണ്. ഇവരുടെ ധാരണ എന്താണ്? ഇതെങ്ങനെങ്കിലും അവിടെ എത്തും എന്നുള്ളതാണ്. ഒരിക്കലും എത്തൂല. ഇപ്പൊ ദുബായിലൊക്കെ ആണെങ്കിൽ AI ക്യാമറ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും മയക്കുമരുന്നൊരു ചെറിയ അംശം ഉണ്ടെങ്കിൽ അവർ പൊക്കും, കാലാകാലം ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് ഈ കുട്ടിയൊക്കെ അറിയില്ല. പഴയ ക്യാമറ എന്ന ധാരണ. ദുബായ് എയർപോർട്ടിന്റെ ഉള്ളിൽ പഴയ ക്യാമറ അല്ല ഇപ്പൊ ഉള്ളത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടോപ്പാണ്. അതുകൊണ്ട് പോണവരെ മുഴുവൻ പിടിക്കാണ്, ചെറിയ കാര്യങ്ങളിലും കൂടി പിടിക്കാണ്. ഇങ്ങനെ എല്ലാറ്റിനും ഇതിങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കാൻ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ടെക്കിയായി വളർന്നുകൊണ്ടേയിരിക്കും.